ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ചിക്കൻ മഞ്ചൂരിയൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 500 ഗ്രാം ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റ് എന്ന് പറയുമ്പോൾ തക്കാളി തീരെ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് വേവാനായിട്ട് ഈ കോൺഫ്ലവറിൽ കിടന്നിട്ട് ഒന്ന് വേവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന്റെ നീരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കനൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. അതൊക്കെ നന്നായിട്ട് വെന്തെടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.